ഗൈസ്, ഞാൻ ഫാത്തിമത്ത് ഫാമി, ഫ്രഷർ BSc നേഴ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് ഈ വൈറ്റ് കോട്ടിൽ നിന്ന് യൂണിഫോമിലോട്ട് ട്രാൻസിഷൻ കിട്ടിയത്. അപ്പോൾ ആദ്യമായിട്ടൊരു യൂണിഫോം ഇടുന്നതിൻ്റെ എല്ലാ ആഹ്ലാദവും ക്യൂട്ട്നെസ്സൊക്കെ എൻ്റെ ഈ മുഖത്തുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഇൻട്രൊഡ്യൂസിങ് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. എവിടെയാണ് പഠിച്ചത്, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് വർക്കിന് കയറാൻ പറ്റുമോ, വേക്കൻസി ഉണ്ടോ എന്നൊക്കെയായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനൊക്കെ എനിക്ക് ഈ വീഡിയോയിൽ ആൻസർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ പഠിച്ചത് ആന്ധ്രാപ്രദേശിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 2024 തീരേണ്ട കോഴ്സ് യൂണിവേഴ്സിറ്റി ഡിലേ ആക്കി 2025 എത്തിച്ച് കഴിഞ്ഞ ജൂണിലൊക്കെ ആയപ്പോഴാണ് നമ്മുടെ എക്സാംസ് തന്നെ തീരുന്നത്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലും പഠിച്ച പിള്ളേർ മെസ്സേജ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കുറേ പേർക്ക് ഈ പ്രോബ്ലം ഉണ്ട്. യൂണിവേഴ്സിറ്റി എക്സാംസ് ഡിലേ ആക്കിയത് കൊണ്ടും റിസൾട്ട് വൈകിപ്പിച്ചത് കൊണ്ടും ഒക്കെ വർക്കിന് കയറുന്നതിൽ കുറേ പേർക്ക് ഇതുപോലെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. യൂണിവേഴ്സിറ്റി ഇത്രയും തന്നെ എക്സാംസ് ഡിലേ ആക്കിയത് കൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്ന എക്സാം കഴിഞ്ഞ ഉടനെ വർക്കിന് കയറണം എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എക്സാം കഴിഞ്ഞ് കോളേജിൽ നിന്ന് കിട്ടിയ ഉടനെ ഞാൻ വർക്കിന് അന്വേഷിച്ച് തുടങ്ങിയത്. ദിവസം മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ. കാരണം എന്ന് വെച്ചാൽ ഞാൻ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് കുറേ അന്വേഷിച്ചിട്ടാണ് എനിക്ക് വർക്ക് സെറ്റായത്. കുറേ സ്ഥലത്ത് ഞാൻ കയറി ചോദിച്ചു, കുറേ സ്ഥലത്ത് വിളിച്ച് ചോദിച്ചു. കുറേ പേര് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ റിസൾട്ട് വരണം എന്നുള്ളതാണ്. എനിക്ക് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ വർക്കിന് കയറണം എന്നായിരുന്നു. കാരണം എൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അപ്പോൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കയറണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അന്വേഷിച്ചിട്ട് എപ്പോഴത്തേയും കിട്ടാത്ത സങ്കടത്തിലിരിക്കുമ്പോഴാണ് അള്ളാഹ് അനുഗ്രഹിച്ച് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ വേക്കൻസി ഉണ്ടായിരുന്നു. നമ്മൾ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇവിടെ കയറാൻ പറ്റി. സംഭവം ഭയങ്കര സെറ്റപ്പ് ഹോസ്പിറ്റലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹോസ്പിറ്റലാണ് ഇവിടെ. ഇപ്പോൾ ഇവിടെ OP സ്റ്റാഫായിട്ടാണ് നമ്മൾ നിൽക്കുന്നതെങ്കിലും നമ്മൾ കാഷ്വാലിറ്റി പ്ലസ് മൈനോറിറ്റി കേസസ് ഒക്കെയും ഹാൻഡിൽ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാഷ്വാലിറ്റി കേസസ് മറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് ഇവിടെ കുറവാണ്. ഇവിടെ കൂടുതലും ഗൈനിക് കേസസ് ആണ് കൂടുതലും. മെയിനായിട്ട് ഈ ഹോസ്പിറ്റൽ ഗൈനിക്കിൻ്റെ ഹോസ്പിറ്റലാണെന്ന് നമുക്ക് പറയാം. കുറേ പേരുടെ ഡൗട്ടാണ് നമ്മളെന്താ കേരളത്തിൽ വർക്ക് നോക്കാനേ എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ കേരള രജിസ്ട്രേഷൻ കഴിയണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആന്ധ്ര രജിസ്ട്രേഷൻ ചെയ്യണം. ഇതിനൊക്കെ എങ്ങനെ വന്നാലും കൂടി വന്ന ഒരു 4 മാസം 5 മാസം ടൈം എടുക്കും. അതായത് എനിക്ക് യൂണിവേഴ്സിറ്റിക്കാരോട് പറയാനുള്ളത്, എന്തുകൊണ്ട് ഞങ്ങളെ ഒരു ബാച്ച് വന്നപ്പോഴേക്കും നമുക്കൊരു വർഷം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഡിലേ ആവുന്നത്. നമ്മുടെ കാര്യം കൊറോണ സമയത്ത് കയറിയവർക്കെല്ലാം 2024 ഇറങ്ങുന്നവർ 2025 ഇറങ്ങിയത്. സത്യം പറഞ്ഞാൽ ഇത് വളരെ കഷ്ടമുള്ള കാര്യം തന്നെ. വർക്ക് കിട്ടാണ്ട് സങ്കടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നല്ല രീതിക്ക് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടും. നല്ല രീതിക്ക് അന്വേഷിക്കുക. എന്തായാലും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും എപ്പോഴായാലും കിട്ടുന്ന. അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അങ്ങനെ അടുത്ത വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ടാറ്റ ഗൈസ്.